നമസ്കാരം, ദിശ അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. ഒക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം ഞാൻ എന്താണ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. എന്താണ് റേഷ്യോ? റേഷ്യോ എന്ന് പറഞ്ഞാൽ റിലേഷൻ ആണ്, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഞാൻ 20:40 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം A/B എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള ബന്ധമാണ്. A ഡിവിഷൻ B ആണ്, അല്ലേ? 20:40 എന്ന് പറഞ്ഞാൽ ഇതാണ് റേഷ്യോ, അല്ലേ? അംശബന്ധം എന്ന് മലയാളത്തിൽ പറയും. 20/40 നമ്മൾ അതിനെ വെട്ടിച്ചെറുതാക്കിയിട്ട് 1/2 എന്ന് പറയും, അല്ലെ? അതുപോലെ തന്നെ 30:60 ആണെങ്കിൽ നമ്മൾ എത്ര പറയും? പറഞ്ഞേ, 30/60 എന്ന് പറഞ്ഞാൽ 1/2. അപ്പൊ എന്റെ ചോദ്യം, ഈ 1/2 ഞാൻ തന്നു, രണ്ട് സംഖ്യകൾ, അല്ലേ? രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ ഞാൻ 1:2 എന്ന് പറഞ്ഞു. 1:2 എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു ഏതൊക്കെ നമ്പേഴ്സ് ആണ് അതൊന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ 1:2 ആണ്. ഫൈൻഡ് ദി നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്നു, ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസ്സിൽ 20 ബോയ്സും 30 ഗേൾസും ഉണ്ട്. അപ്പോൾ അതിന്റെ റേഷ്യോ എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും 20:30 ആണ്. 1:2:3 ആണെന്ന് പറഞ്ഞു, അല്ലേ? 2:3 ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നേരെ അതിനെ തിരിച്ചിട്ടു. ഒരു ക്ലാസ്സിലെ ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കിയെടുക്കണം. ഒരു ക്ലാസ്സിലെ ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ 2:3 എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു ആ ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട്, എത്ര ഗേൾസ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ 20 30 പറയാൻ പറ്റുമോ? നിങ്ങൾ പറയൂ 20 സാർ, 20 ബോയ്സും 30 ഗേൾസും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാണ്, 20 30 വെട്ടിക്കളഞ്ഞാൽ എത്ര വരും? 2:3. അപ്പൊ മറ്റൊരാൾ പറഞ്ഞു, സാർ ആ ക്ലാസ്സിൽ 200 പേരും 300 പേരും ഉണ്ട്. ഓക്കെ, അതിനെ വെട്ടിക്കളഞ്ഞാലും എത്ര വരും? 2:3. അപ്പം വേറൊരാൾ പറഞ്ഞു 4 പേരും 6 പേരെ ഉണ്ടായിരുന്നുള്ളൂ ആ ക്ലാസ്സിൽ, അതിനെ വെട്ടിക്കളഞ്ഞാലും 2:3. അപ്പം ഞാൻ പറഞ്ഞു റേഷ്യോ കണ്ടിട്ട് ഒരിക്കലും എത്ര പേരുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം 200 പേരും 300 പേരായാലും 2000 3000 ആയാലും 20 30 ആയാലും 2 3 ആയാലും 4 6 ആയാലും നമുക്ക് ഉറപ്പിക്കാം അത് 2:3 ആണ്. വെട്ടിച്ചെറുതാക്കി എഴുതുന്നതാണ് റേഷ്യോ. പക്ഷെ കണ്ടീഷൻ പറയണം. ആ ക്ലാസ്സിൽ 500 പേര് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാം 200 ബോയ്സും 300 ഗേൾസുമാണെന്ന് പറയാൻ പറ്റും. ആ ക്ലാസ്സിൽ 50 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 20 പേരും 30 പേരുമാണെന്ന് പറയാൻ പറ്റും. ആ ക്ലാസ്സിൽ 4 പേരും 6 പേരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം 4 ബോയ്സും 6 ഗേൾസും ആണെന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാം 2:3. അപ്പം കണ്ടീഷൻസ് കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രമേ നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റൂ. നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം അതാണ്. 5:6 ആണ് ഒരു ബോയ്സും ഗേൾസും തമ്മിലുള്ള ഒരു ക്ലാസ്സിലെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് 5 അല്ല, 5 ബോയ്സും അല്ല, 6 ഗേൾസും അല്ല. ആവാം എങ്ങനെയാണെങ്കിൽ 5 ബോയ്സും 6 ഗേൾസും ആണെങ്കിൽ ഉറപ്പിക്കാം 5:6 ആണ്. 50 60 ആണെങ്കിലും 500 600 ആണെങ്കിലും 5000 6000 ആണെങ്കിലും ഉറപ്പിക്കാം അത് 5:6 ആണ്. അപ്പൊ റേഷ്യോ പറഞ്ഞാൽ കൃത്യമായിട്ട് കണ്ടീഷൻ പറയും. ആ കണ്ടീഷൻസ് ഞാൻ പറയാം. അവരുടെ തുക പറയാം, സം പറയാം, അവരുടെ ഡിഫറൻസ് പറയാം. ബോയ്സ് ഗേൾസിനേക്കാൾ ഇത്ര കൂടുതലാണ്, ഇത്ര കുറവാണെന്ന് പറയാം. അല്ലെങ്കിൽ അവരുടെ ഡിഫറൻസ് പറയും. അതുപോലെ തന്നെ LCM പറയും, HCF പറയും. രണ്ട് നമ്പേഴ്സിന്റെ LCM ഇതാണ്, HCF ഇതാണ്, റേഷ്യോ ഇതാണെന്ന്. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റൂ. നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം 2:3 എന്ന് പറഞ്ഞാൽ അതൊരിക്കലും 2 അല്ല 3 അല്ല. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം അത് 2x ബോയ്സും 3x ഗേൾസും ആയിരുന്നു എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതിന്റെ റേഷ്യോ എത്ര വരും? 2/3 വരും, 2:3 വരും. എന്ന് വെച്ചാൽ ഒന്ന് എക്സിന് 1 കൊടുത്താൽ 2/3, എക്സിന് 2 കൊടുത്താൽ 4ഉം 6ഉം, എക്സിന് 10 കൊടുത്താൽ 20ഉം 30ഉം, എക്സിന് 100 കൊടുത്താൽ 200ഉം 300. അപ്പൊ അതുപോലെ മനസ്സിലാക്കിയെടുക്കണം. വെട്ടിക്കളഞ്ഞ് ചെറുതാക്കുന്നതാണ് റേഷ്യോ എന്ന് മനസ്സിലാക്കിയെടുക്കണം. ബന്ധങ്ങളാണെന്ന് മനസ്സിലാക്കണം. റേഷ്യോ കണ്ടിട്ട് ഒരിക്കലും ആ നമ്പേഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടീഷൻസ് പറഞ്ഞാൽ ഓക്കെ, സം ഇതാണ്, ഡിഫറൻസ് ഇതാണ്, LCM ഇതാണ്, HCF ഇതാണ്, കൂടുതലാണ് കുറവാണെന്നുള്ള കണ്ടീഷൻസ് പറഞ്ഞാൽ നമുക്ക് ആൻസറിലൂടെ എത്താൻ പറ്റും. അതുപോലെ മനസ്സിലാക്കിയെടുക്കണം. A/B എന്ന് പറഞ്ഞാൽ A/B ആണ്. എയും ബിയും തമ്മിലുള്ള ബന്ധമാണ്. ഓക്കെ, അപ്പൊ B/A എന്ന് പറഞ്ഞാൽ B/A ആണ്. അപ്പൊ എന്റെ ചോദ്യം, A:B എന്ന് പറഞ്ഞാൽ B:A തുല്യമാണോ? അല്ല. മനസ്സിലാക്കി തരാം. 1:2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. പക്ഷെ 2:1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/1 ആണ്. ഒരിക്കലും 1:2 എന്ന് പറഞ്ഞാൽ 2:1 ഈക്വൽ അല്ല. 3:4 എന്ന് വെച്ചാൽ 4:3 ഈക്വൽ അല്ല. എന്ന് വെച്ചാൽ A:B എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള ബന്ധമാണ്. ഒരിക്കലും ബിയും എയും തമ്മിലുള്ള ബന്ധത്തിന് തുല്യമല്ല. എന്ന് വെച്ചാൽ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം A/B അല്ല, B/A. അത് മനസ്സിലാക്കിയെടുക്കണം. നമ്പേഴ്സ് ഓക്കെ,
കൃത്യമായിട്ട് പഠിക്കണം. 3:4 അല്ല 4:3. അത്രയേ ഉള്ളൂ ഇതിനകത്ത് മനസ്സിലാക്കിയെടുക്കാൻ. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. വേറെ കാര്യങ്ങളൊന്നുമില്ല, വെട്ടിച്ചെറുതാക്കി എഴുതുന്നതാണ് റേഷ്യോ എന്ന് ആദ്യം മനസ്സിലാക്കിയെടുക്കുക. റേഷ്യോ പറഞ്ഞിട്ട് നമ്പേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഉറപ്പായിട്ടും ആ ക്വസ്റ്റിനകത്ത് കണ്ടീഷൻസ് പറയും. അതിന്റെ സം ഇതാണ്, ഡിഫറൻസ് ഇതാണ്, LCM ഇതാണ്, HCF ഇതാണെന്നൊക്കെ പറയും. അല്ലാത്ത പക്ഷം നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, പിന്നെ കുറെ ടൈപ്പ് ഓഫ് റേഷ്യോ നമുക്ക് പഠിക്കാനുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, ട്രിപ്ലിക്കേറ്റ് റേഷ്യോ, കോമ്പൗണ്ടർ റേഷ്യോ, സബ് ഡ്യൂപ്ലിക്കേറ്റ്, സബ് ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് റേഷ്യോ കുറച്ച് പഠിക്കാനുണ്ട്. ആ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ആവശ്യമാണെങ്കിൽ മാത്രം പഠിക്കും. ഇപ്പൊ എക്സാമുകൾക്ക് ഞാൻ അത് അധികാരമായിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് പറയുന്നില്ല. അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനകത്ത് എന്ത് ചെയ്യാം, ആ ടൈപ്പ് ഓഫ് റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. ഇപ്പൊ A:B എന്ന് പറഞ്ഞാൽ 2:3 എന്തോ നമ്മൾ ഈ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്കാണ് അംശബിന്ദു അനുപാതം അല്ലെങ്കിൽ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ അല്ലേ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എങ്ങനെ പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ പഠിക്കും, പിന്നെ നമ്മൾ ഏജ് പ്രോബ്ലംസ് പഠിക്കും, പാർട്ണർഷിപ്പ് പഠിക്കും, മിക്സർ ആൻഡ് അലിഗേഷൻ പഠിക്കും. ഈ റേഷ്യോ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റൂ. ഏജ് പോലുള്ള ടോപ്പിക്കുകൾ പഠിക്കണം. എയും ബിയും തമ്മിലുള്ള ബന്ധം 2:3 ആണ്. എനിക്ക് A എത്രയാണെന്ന് അറിയില്ല, B എത്രയാണെന്ന് അറിയില്ല. 2നെ എത്ര കൊണ്ട് ഗുണിക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ 3നെ ഗുണിക്കണം. അതുപോലെ തന്നെ B:C പറഞ്ഞു. എത്രയാണ് പറഞ്ഞേക്കുന്നത്? 4:5. അപ്പൊ ഞാൻ ഇതിന്റെ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരാം. എയും ബിയും തമ്മിലുള്ള ബന്ധം തന്നു, ബിയും സിയും തമ്മിലുള്ള ബന്ധം തന്നു. നമുക്ക് ചോദിച്ചത് എയും ബിയും സിയും തമ്മിലുള്ള ബന്ധം. കുറച്ച് എക്സാമുകൾക്ക് ഇപ്പം ചെറിയ ചെറിയ എക്സാമുകൾക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ഷോർട്ടായിട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എല്ലാത്തിനും എയിലോട്ട് മാറ്റുക, ബിയിലോട്ട് മാറ്റുക, അങ്ങനെയൊന്നും വേണ്ട. വളരെ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. 2 മെത്തേഡുണ്ട്, 2-3 മെത്തേഡുണ്ട്. എയും ബിയും തമ്മിലുള്ള ബന്ധം. ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്തിൽ അവസാനിക്കുന്നോ എയും ബിയും തമ്മിലുള്ള ബന്ധം അടുത്തത് ബിയും സിയും ആണെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞ മെത്തേഡിൽ എയും ബിയും സിയും തമ്മിലുള്ള ബന്ധം കിട്ടൂ. ഇവിടെ എയിൽ ബിയിൽ അവസാനിച്ചതെങ്കിൽ ബിയിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ A:C ആണെങ്കിൽ C:2 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. A:D ആണെങ്കിൽ D:2 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കത് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റൂ. രണ്ടാമത്തെ റേഷ്യോയുടെ തൊട്ട് താഴെ അടുത്ത റേഷ്യോ എഴുതുക, 4:5 എന്ന് എഴുതുക. ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞിരുന്നത്, ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാം. എന്നിട്ട് A:B, B:C എന്നിട്ട് ജസ്റ്റ് ക്രോസ് ചെയ്യുക. നമുക്ക് കിട്ടും 2ഉം 4ഉം എത്ര കിട്ടി? 8. അതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാതി, അതാണ് A. 3ഉം 4ഉം അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എത്ര കിട്ടും? 4x3. C എന്ന് പറഞ്ഞാൽ 3, 5. എന്തെങ്കിലും വെട്ടിക്കളയാൻ പറ്റുമോ നോക്കി. 3ഉം പ്രൈമാണ്, 5ഉം പ്രൈമാണ്. ഇവിടെ വെട്ടിക്കളയാൻ പറ്റില്ല. 8, 12, 15. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വന്ന് കാണും, 12ഉം 15ഉം വെട്ടിക്കളയും. ഒരിക്കലുമല്ല, 3ലും ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ വെട്ടിക്കളയാൻ പറ്റൂ. ദാറ്റ് ഈസ് ആൻസർ. എയും ബിയും സിയും തമ്മിലുള്ള ബന്ധം 8:12:15 ആണ് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ റേഷ്യോയുടെ തൊട്ട് താഴെ എഴുതുക, എന്നിട്ട് 6 പോലെ മൾട്ടിപ്ലൈ ചെയ്ത് കളയുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. നിങ്ങളുടെ ഐഡിയ ചെയ്താൽ മതി, വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. അപ്പൊ എന്റെ ചോദ്യം A എത്ര ആണെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര പറയണം? ഒരിക്കലും A എന്ന് പറഞ്ഞാൽ 8 അല്ല, B 12 അല്ല, C 15 അല്ല. മനസ്സിലാക്കി പഠിക്കണം. ആവണമെങ്കിൽ അതിന്റെ സം എന്ന് പറഞ്ഞാൽ 8 + 12 + 15 എത്ര വരും? 27, 5, 35 ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം. 8A 8ഉം B 12ഉം C 15ഉമാണ്. A 80 ആവണമെങ്കിൽ B 120 ആയിരിക്കണം, C 180 ആയിരിക്കണം. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം A എന്ന് പറഞ്ഞാൽ 8 യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ 8x ആണ്. B എന്ന് പറഞ്ഞാൽ 12x ആണ്, അല്ലെങ്കിൽ 12 യൂണിറ്റ് ആണ്. C എന്ന് പറഞ്ഞാൽ 15x ആണ്. അവിടെ x-ന് 1 കൊടുത്താൽ 8ഉം 12ഉം 15ഉം, x-ന് 2 കൊടുത്താൽ 16ഉം 24ഉം 30ഉം ആവും. അതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണം. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ കൃത്യമായിട്ട് പ്രോബ്ലം ചെയ്യും. ഇതിന് വേറൊരു മെത്തേഡ് കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2:3 എന്ന് എഴുതി. ഓക്കെ, അടുത്തത് 4:5 എന്ന് എഴുതി. വേറൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞിരുന്നത്. കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. വേറൊരു മെത്തേഡ്, വളരെ ഈസി ആയിട്ട് മറ്റൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇതുകൂടെ എഴുതുക. ബിയിൽ അവസാനിച്ചാൽ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ 3 ആണെങ്കിൽ അങ്ങോട്ടും 3 കൊടുക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഇവിടെ 3 ആണെങ്കിൽ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി തൊട്ടപ്പുറത്ത് 3 കൊടുക്കുക. ഇവിടെ 4 ആണെങ്കിൽ തൊട്ട് ബാക്കിലും 4 കൊടുക്കുക. വളരെ ഈസി മെത്തേഡ്. ഓക്കെ, രണ്ടാമത്തെ ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നെ. ഇവിടെ 3 ആണെങ്കിൽ തൊട്ടപ്പുറത്തും 3 കൊടുക്കുക, ഇവിടെ 4 ആണെങ്കിൽ തൊട്ടിപ്പുറത്തും കൊടുക്കുക. ഇനി ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 2ഉം 4ഉം എത്ര കിട്ടി? 8. 3ഉം 4ഉം എത്ര കിട്ടി? 12. 3ഉം 5ഉം എത്ര കിട്ടി? 15. ദാറ്റ് ഈസ് ആൻസർ. ഞാൻ പറഞ്ഞു വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എയും ബിയും സിയും തന്നു കഴിഞ്ഞാൽ ഈ മെത്തേഡോ വേറെ മെത്തേഡുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനകത്ത് മെയിനായിട്ട് അറിയേണ്ട കാര്യം, A ഒരിക്കലും 8 അല്ല, B 12 അല്ല, C 15 അല്ല. കണ്ടീഷൻസ് പറഞ്ഞാൽ ഓക്കെ. A എന്ന് പറഞ്ഞാൽ 8നെ എന്തുകൊണ്ടോ ഗുണിച്ചു, അതേ സംഖ്യ കൊണ്ട് തന്നെ 12നെ ഗുണിച്ചു, C-നെ ഗുണിച്ചു. ഇതാണ് റേഷ്യോയ്ക്കകത്ത് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം. ഞാൻ പറഞ്ഞു 3 ആണെങ്കിൽ ഇങ്ങോട്ടും 3 കൊടുക്കുക, 4 ആയതുകൊണ്ട് ഈ 4 ഇങ്ങോട്ട് ഇടുക, ഗുണിക്കുക. ഓക്കെ, ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 ഡിസ്കസ് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 2? സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ചെയ്യാൻ വേണ്ടി തന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 അതുകൂടെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 2? പറഞ്ഞു. A:B എന്ന് പറഞ്ഞാൽ വീണ്ടും തന്നു എത്ര? 3:4. A:B എന്ന് പറഞ്ഞാൽ 3:4 ആണ്. അതുപോലെ തന്നെ എന്ത് പറഞ്ഞു? B:C എന്ന്, ബിയും സിയും അങ്ങനെ നിങ്ങൾ ഇതിനെ കാണണം. എയും ബിയും തമ്മിലുള്ള ബന്ധം 3:4 ആണ്. എ 3 ബി 4 അല്ല, യൂണിറ്റ് ആണ്. 3 യൂണിറ്റും 4 യൂണിറ്റും. B:C എന്ന് പറഞ്ഞാൽ 8:9 ആണ്. ഓക്കെ, നമ്മൾ ചോദിച്ചു എയും ബിയും. ഞാൻ 2 മെത്തേഡ് പറഞ്ഞു, അതിൽ കൂടുതൽ മെത്തേഡുകളുണ്ട്. ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. 2 മെത്തേഡിലും പറഞ്ഞുതരാം. A:B ആണ്. ബിയിൽ അവസാനിച്ചത് കൊണ്ട് നമ്മൾ തൊട്ട് താഴെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ബിയിൽ അവസാനിച്ചാൽ ബിയിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എയും ബിയും സിയും നമ്മളെ ബന്ധം കിട്ടൂ. ക്രോസ് ചെയ്തു 3 × 8 8 × 4 ഒരിക്കലും ഗുണിച്ചും 32 എന്ന് നിങ്ങൾ ഇപ്പോഴും എഴുതേണ്ട കാര്യമില്ല. വെട്ടിക്കളയാൻ പറ്റുമെങ്കിൽ വെട്ടിക്കളയാൻ പറ്റും. 4 × 9 ഞാൻ നോക്കി 3-നകത്തും കോമൺ ആയിട്ട് 3 ഉണ്ട്. ഇവിടെ 3ന്റെ മൾട്ടിപ്പിൾ ഇല്ല, ഇവിടെ ഇല്ല. 8 ഉണ്ട്, 4 ഉണ്ട്, വെട്ടിക്കളയാൻ പറ്റും. കാര്യം 8 4 4 കൊണ്ട് വെട്ടാൻ പറ്റും. 2 4 ഇതിനകത്തുണ്ട്, ഇതിനകത്തുണ്ട്, ഇതിനകത്ത് 8-നകത്ത് 2 വെട്ടം. 6 8 9 ദാറ്റ് ഈസ് ആൻസർ. എന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞാൽ 6 യൂണിറ്റ്, ബി എന്ന് വെച്ചാൽ 8 യൂണിറ്റ്, സി എന്ന് പറഞ്ഞാൽ 9 യൂണിറ്റ്. കണ്ടീഷൻസ് പറഞ്ഞാൽ കൃത്യമായിട്ട് എയും ബിയും സിയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ വേറൊരു മെത്തേഡ് പറഞ്ഞിരുന്നായിരുന്നു. എന്തായിരുന്നു? 3:4 8:9. ഇവിടെ 4 എന്തിലാണ് അവസാനിക്കുന്നത് അത് അങ്ങോട്ട് എഴുതുക. 8 ആണെങ്കിൽ 8 ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ 3 × 8 24 32 36. വീണ്ടും വെട്ടിക്കളയാൻ പറ്റും. വെട്ടിക്കളയുമ്പോൾ നമുക്ക് എത്ര കിട്ടും എന്ന് പറഞ്ഞുതരാമോ? വെട്ടിക്കളയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എല്ലാത്തിലും 4 കൊണ്ട് വെട്ടാൻ പറ്റും. 6 4 24, 8 × 4 32, 9 × 4 36. ദാറ്റ് ഈസ് ആൻസർ. ഞാൻ പറഞ്ഞു നിങ്ങൾ വീഡിയോ വീണ്ടും കാണുക. കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ബിയിൽ അവസാനിച്ചാൽ ബിയിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് എന്ത് ചെയ്യാൻ പറ്റൂ? എയും ബിയും സിയും തമ്മിലുള്ള ബന്ധം, റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റേഷ്യോ എന്ന് പറഞ്ഞ റിലേഷൻ ആണ്. A:B അല്ല, B:A എന്ന് ഞാൻ പറഞ്ഞു. കൃത്യമായിട്ട് എയും ബിയും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ നമുക്ക് A/B എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? 3x = 4y = എത്ര പറഞ്ഞു? 4. 5y = അല്ലേ? 5y = എത്ര പറഞ്ഞു? 4 റിസൾട്ട്. ഓക്കെ, 3x = 5y = 4 റിസൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചോദിച്ചു? X:Y:Z എന്ന് വെച്ചാൽ എക്സും വൈയും ഇസലും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു എക്സും നമുക്ക് ഇത് ചെയ്യണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. ഇപ്പൊ X/Y-യും അതുപോലെ തന്നെ X/Y എന്ന് വെച്ചാൽ X:Y ആണ്. അതുപോലെ തന്നെ Y/Z Y:Z ആണ്. വൈയിൽ അവസാനിച്ചാൽ വൈയിൽ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. വളരെ ഈസി ആയിട്ട് A/Bയും B/Cയും എന്ന് വെച്ചാൽ A:B യും B:C തന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇത് രണ്ടും എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി 3x = പേന എന്ന് പറയുന്ന സംഭവം വേണ്ട, 5/, അതിൽ നമുക്ക് X/Y എഴുതാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനായി 5/3 എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി എത്രയാണ്? 5:3. 5:3 ആണ്. അതുപോലെ തന്നെ 5y-യും 4 റിസൾട്ടും ഈക്വൽ ആണ്. 5/5 = 4 റിസൾട്ട് ആണ്. അവിടെ നിന്ന് y/Z കണ്ടുപിടിച്ചു. എത്ര വന്നു? 4/5 എന്ന് വെച്ചാൽ y:Z ആണ്. 4:5. ഇനി വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിച്ചൂടെ? പറഞ്ഞു തന്നേ. 5 × 4 20 അല്ലെ? ഇപ്പൊ X:Y:Z എന്ന് പറഞ്ഞാൽ 5 × 4 y. 4ഉം 3യുടെ ഗുണിച്ച് എത്ര കിട്ടും? 12 എന്ന് നിങ്ങൾക്ക് എഴുതാം. ഇങ്ങനെ എഴുതിയാൽ മതി. വെട്ടിക്കളയാൻ പറ്റുമെങ്കിൽ ഇതാണ് ഏറ്റവും ഈസി. ഗുണിച്ച് വെട്ടിക്കളയണ്ട. 3 × 5 അതൊക്കെ നിങ്ങളുടെ ഐഡിയ ആണ്. എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ടോ നോക്കി. 4 പക്ഷെ ഇതിനകത്തൊരു പ്രൈം നമ്പർ ആണ്, വെട്ടിക്കളയാൻ പറ്റില്ല. 20 12 15 ദാറ്റ് ഈസ് ആൻസർ. ഓക്കെ, 20 15 12 15 ആണ് ഉത്തരം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 3x 5y എന്ന് നമുക്ക് X/Y കിട്ടും. ഞാൻ പറഞ്ഞു A:B:C കണ്ടുപിടിക്കണമെങ്കിൽ A/B അല്ലെങ്കിൽ A:B-യും B/C അല്ലെങ്കിൽ B/C ഉണ്ടെങ്കിൽ B/C അല്ലെങ്കിൽ B:C ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇവിടെ X/Y-യും Y/Z ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ X:Y-യും Y:Z ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രോസ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഞാൻ ചെയ്തു. ഇതിൽ നിന്ന് X/Y കണ്ടുപിടിച്ചു, ഇതിൽ നിന്ന് Y/Z കണ്ടുപിടിച്ചു. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഞാൻ പറഞ്ഞു ഇതിന് വേറൊരു മെത്തേഡ് ഉണ്ടായിരുന്നല്ലോ. എന്താ ഞാൻ പറഞ്ഞ? 5:3-യും 4:5-ഉമാണ്. 3 ആണെങ്കിൽ അങ്ങോട്ട് 3 കൊടുക്കുക, 4 ആണെങ്കിൽ 4 കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? A വേണമെങ്കിൽ 20 ഗുണിക്കുക. 3 × 4 12, 3 × 5 15 ദാറ്റ് ഈസ് ആൻസർ. ഇങ്ങനെ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും.
വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിന് ഷോർട്ട് കട്ട് പറഞ്ഞുതരാം, വളരെ ഈസി ആയിട്ട് ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഇപ്പൊ x⁻², ഇത് പഠിച്ചിട്ടേ നിങ്ങൾ ആ ഷോർട്ട് കട്ട് പഠിക്കാതെ വെറുതെ ഓരോന്നിനും ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ് പഠിച്ചിട്ട് പോരുത്. വേണമെങ്കിൽ പഠിച്ചാൽ മതി. എനിക്കിത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. x⁻y⁻z കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എക്സ് വൈ ഇസൽഡ് ആണെങ്കിൽ, x=y=z ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എക്സ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, എക്സ് വേണമെങ്കിൽ എക്സ് അങ്ങ് മറച്ചു വെക്കണം. എക്സ് അങ്ങ് മറച്ചു വെക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈന്റെ കോയിഫിഷ്യന്റ് 5ഉം ഇസൽഡിന്റെ കോയിഫിഷ്യന്റ് 4ഉം അല്ലേ, 5 × 4 എന്ന് എഴുതുക. അതാണ് എക്സിന്റെ ആൻസർ. വൈ വേണമെങ്കിൽ വൈ അങ്ങ് മറച്ചു വെക്കുക. വൈ അങ്ങ് മറച്ചു വെച്ച് കഴിഞ്ഞാൽ എക്സിന്റെ കോയിഫിഷ്യന്റ് എത്രയാണ്? 3ഉം വേണമെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇസൽഡിന്റെ എത്രയാണ്? 4ഉം. ഇസൽഡാണ് ചോദിച്ചതെങ്കിൽ ഇസൽഡ് അങ്ങ് മറച്ചു വെക്കുക. എക്സിന്റെ കോയിഫിഷ്യന്റ് 3ഉം വൈയുടെ 5ഉം. ദാറ്റ് ഈസ് ആൻസർ. വളരെ ഈസി ആയിട്ട് ഷോർട്ടായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ അല്ലാതെ പറഞ്ഞതിനുണ്ട്, ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. എനിക്കറിയാം എക്സ് എന്ന് പറഞ്ഞാൽ 20, വൈ എന്ന് പറഞ്ഞാൽ 12, ഇസൽഡ് എന്ന് വെച്ചാൽ 15 ആണെന്ന് എനിക്കറിയാം. എങ്ങനെയാണെങ്കിൽ മാത്രം x=y=z ആണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് പഠിച്ചു. 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്? എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ. a:(b)യും b:(c)യും തരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ക്രോസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് കണ്ടേ, ഇപ്പൊ 2:3യും 4:5 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ 3 അങ്ങോട്ട് കൊടുക്കാം, 4 ഇങ്ങോട്ട് കൊടുക്കാം, ജസ്റ്റ് ഗുണിക്കാം. ഇപ്പൊ x=y=z എന്ന് പറയുന്ന സംഭവം പഠിച്ചു. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു 4 റേഷ്യോ ചോദിക്കും. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചിരിക്കുക. a:(b) നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്റെ കയ്യിൽ നിന്നിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യുക. 2:3. ഓക്കെ, അതുപോലെ തന്നെ b:(c) 4:5. അതുപോലെ തന്നെ c:(d) 6:7. ക്വസ്റ്റ്യൻ കണ്ടല്ലോ. a:(b) എയും ബിയും തമ്മിലുള്ള ബന്ധം 2:3, ബിയും സിയും തമ്മിലുള്ള ബന്ധം 4:5, സിയും ഡിയും തമ്മിലുള്ള ബന്ധം 6:7. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി വാല്യൂ ഓഫ് a:(b)(c). നമ്മൾ നേരത്തെ പഠിച്ചത് എയും ബിയും സിയും തമ്മിലുള്ള ബന്ധമാണ്. ഇവിടെ പഠിക്കുന്നത് എന്താണ്? എയും ബിയും സിയും ഡിയും തമ്മിലുള്ള ബന്ധമാണ്. അപ്പം നോക്കിയിരിക്കുക എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ആദ്യം ഈ ഒരു കണ്ടീഷൻ നോക്കണം. വളരെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഞാൻ പറഞ്ഞ ഇച്ചിരി ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇച്ചിരി മനസ്സിലാക്കി ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ നമ്മുടെ സമയം ഒരുപാട് അവിടെ കൊണ്ട് കളയും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ട കണ്ടീഷൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ബിയിൽ അവസാനിച്ചാൽ ബിയിൽ സ്റ്റാർട്ട് ചെയ്തോന്ന് നോക്കണം. ഫസ്റ്റ് കണ്ടീഷൻ. നേരത്തെ a:(b) ആണെങ്കിൽ b:(c) ആയിരുന്നു തന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്തിട്ട് a:(b)(c) കണ്ടുപിടിച്ചത്. ശരിയല്ലേ? അതുപോലെ തന്നെ എന്തിൽ അവസാനിക്കുന്നോ അതിൽ സ്റ്റാർട്ട് ചെയ്തോ നോക്കണം. ബിയിൽ അവസാനിച്ചു, ബിയിൽ സ്റ്റാർട്ട് ചെയ്തു, കുഴപ്പമില്ല. സിയിൽ അവസാനിച്ചാൽ സിയിൽ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഇവിടെ d:(c) ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മതി. ഇതേ ക്വസ്റ്റ്യൻ നോക്കിയിരിക്കുക. എങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ d:(c) ആണെങ്കിൽ c:(d) കണ്ടുപിടിക്കാൻ നേരം 7:6 നേടിയാൽ ഇതിനെയും ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? തിരിച്ചിട്ടാൽ മതി. അങ്ങനെ വന്നാൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? നേരെ അങ്ങ് തിരിച്ചിടുക, കുഴപ്പമില്ല, കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ c:(d) എന്ന് പറഞ്ഞാൽ 6:7. നമ്മൾ ഇവിടെ തിരിച്ചിടിയെന്ന് വേണ്ട, സിയിൽ അവസാനിച്ചു, സിയിൽ സ്റ്റാർട്ട്. ഇതിന് വളരെ ശ്രദ്ധിച്ചിരിക്കുക. 2:3 ഓരോന്നിനെ താഴെ എഴുതി പോവുക. 4:5 ഈ ഷോർട്ട് കട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അടുത്ത എന്റെ താഴെ എഴുതുവാണെങ്കിൽ 6:7. ഇത്ര എഴുതുന്നതിന് വല്ല പേന എന്ന് പറയുന്ന സംഭവം മാത്രം മതി, ജസ്റ്റ് ഒന്ന് എഴുതി വിട്ടാൽ മതി. ഇനി നിങ്ങളുടെ മൈൻഡിൽ പരമാവധി ചെയ്യാൻ നോക്കുക. 2:3 അതിന്റെ താഴെ എഴുതി. അതിന്റെ താഴെ ഇവിടെ 3 ആണെങ്കിൽ തന്നെ 1:2 റേഷ്യോ അങ്ങോട്ടുണ്ട്. അപ്പോൾ 3യിൽ അവസാനിച്ചാൽ 3 തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്, 4 അല്ല. കാര്യം ഇവിടെ 3 ആണ്, ഇവിടെ 2 വരാൻ കാര്യം ഇവിടെ 5 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, 4 റേഷ്യോ ഉണ്ട്. അപ്പോൾ 3 എന്ന് പറഞ്ഞു കൊടുക്കുക. വളരെ ഈസിയാണ്. ഇവിടെ 5 ആണെങ്കിൽ 5 ആണ് അങ്ങോട്ട് പോകുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഷോർട്ട് കട്ടാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ 3 ആണെങ്കിലല്ല ഓരോന്നും കണ്ടുപിടിച്ച് ഇങ്ങനെ എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ 3യിലാണെങ്കിൽ 3, ഇവിടെ 5 ആണെങ്കിൽ 5, ഇവിടെ 4 ആണെങ്കിൽ ലെഫ്റ്റിലൂടെ എന്ത് വരും മോനെ പറഞ്ഞേ? 4 വരും. ഇവിടെ 6 ആണെങ്കിലോ 6, ഇവിടെ 6 വന്നതുകൊണ്ട് 6. ദാറ്റ് ഈസ് ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ 3 ആയതുകൊണ്ട് 3, 5 ഇവിടെ 4:5 ആയിരുന്നു, 4 വന്നു. ഇവിടെ 5 വരാൻ കാര്യം 5ന്റെ റൈറ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. ഇവിടെ 6 ആണ്, 6ന്റെ ലെഫ്റ്റ് സൈഡാണ്. അപ്പൊ 6. ഇവിടെ 5 ആണെങ്കിൽ 5 എഴുതാവൂ, ഇവിടെ 4 ആണെങ്കിൽ 4 എഴുതാവൂ. ഇനി ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. എ വേണമെങ്കിൽ a:(b)(c)(d) ചോദിച്ചു. ഇവിടെ എ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ എഴുതിയെന്നേ ഉള്ളൂ. 2, 4, 6 എത്ര വരും? 2 × 4 × 6. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ബി വേണമെങ്കിൽ ഞാൻ അവിടെ ഗുണിച്ചില്ല. 3 × ഗുണിച്ചെഴുതണ്ട, വെട്ടിപ്പോവാനുള്ള സാധനം അല്ലേ ഇത്. എന്തിനാ ഗുണിച്ചെഴുതുന്നേ? വെട്ടിപ്പോവാനുള്ള സാധനം. ഗുണിച്ചിട്ട് വെട്ടിക്കളയണ്ട. അതിനു മുമ്പ് ജസ്റ്റ് ഗുണിച്ച് ഇവിടെ ഇപ്പം 12 × 6
72 എന്ന് വരുന്ന മണ്ടത്തരം കാണിക്കണ്ട, അതുപോലെ ഇട്ടാ മതി, വെട്ടിപ്പോയിക്കോളൂ. ഓക്കെ, അടുത്ത എത്ര വരും എന്ന് പറഞ്ഞു തരാമോ? 3, 5, 6. 3, 5, 6. ഡി എന്ന് പറഞ്ഞാലോ 3, 5, 7. ഞാൻ പറഞ്ഞു 3, 5, 7. ഇനി ഞാൻ നോക്കി വെട്ടിക്കളയാൻ പറ്റുമോ നോക്കി. 3 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. 6-നകത്ത് 3 എത്ര വട്ടമുണ്ട്? 2 വട്ടമുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ വെട്ടിപ്പോയി, 3 പോയി, 3 പോയി, 3 പോയി, ഇവിടെ 2 ടൈംസ്. ഞാൻ വെട്ടിക്കളഞ്ഞ് മനസ്സിലായല്ലോ. ഇവിടെ 5 പ്രൈമാണ്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഇല്ല, വെട്ടിക്കളയാൻ പറ്റില്ല. എല്ലാത്തിലും 7 പ്രൈമാണ്, അതുകൊണ്ടാണ് പ്രൈം ഒക്കെ പഠിപ്പിച്ചത്. ഇവിടെ ഒന്നും 7 ഇല്ല, വെട്ടിക്കളയാൻ പറ്റില്ല. 2, 4, 8, 16, 24, 30, 35. ദാറ്റ് ഈസ് ആൻസർ. ഇതാണ് എയും ബിയും സിയും ഡിയും തമ്മിലുള്ള ബന്ധം. 16 റേഷ്യോ, 24 റേഷ്യോ, 30 റേഷ്യോ, 35 എന്ന് വെച്ചാൽ എ എന്ന് വെച്ചാൽ 16 യൂണിറ്റ്, ബി എന്ന് വെച്ചാൽ 24 യൂണിറ്റ്, സി എന്ന് വെച്ചാൽ 30 യൂണിറ്റ്, ഡി എന്ന് പറഞ്ഞാൽ 35 യൂണിറ്റ്. മനസ്സിലാക്കി എടുക്കും. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എയും ബിയും, ബിയും സിയും, സിയും ഡിയും തരും. എന്നിട്ട് എന്ത് ചോദിക്കും? എയും ബിയും സിയും ഡിയും തമ്മിലുള്ള ബന്ധം ചോദിക്കും, റിലേഷൻ ചോദിക്കും. വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞ കണക്ക് ചെയ്താൽ മതി. വീഡിയോ ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? x/y സമം 3:1 അല്ലെ? എക്സും വൈ നമ്മളെ ബന്ധം 3:1. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി വാല്യൂ ഓഫ് xq - yq റേഷ്യോ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ky a റേഷ്യോ b എന്ന് വെച്ചാൽ a/b ആണ്. xq + yq എഴുതാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചോദിച്ചു മക്കളെ, x/y എന്ന് പറഞ്ഞാൽ 3:1. x 3 ആണോ? x ഒരിക്കലും 3 അല്ല, y ഒരിക്കലും എന്തല്ല, 1 അല്ല. അത് 30 ആയാലും 10 ആയാലും 300 ആയാലും 100 ആയാലും 3000 ആയാലും 1000 ആയാലും 6 ആയാലും 2 ആയാലും വെട്ടിക്കളഞ്ഞാൽ നമുക്ക് എത്ര കിട്ടൂ? 3:1. അപ്പൊ നിങ്ങൾ ആദ്യം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. ഞാൻ പറയുന്ന കണക്ക് മണ്ടത്തരം കാണിക്കരുത്. x എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് കൊടുത്തു 3a, y എന്ന് പറഞ്ഞാൽ 1 × a. കാര്യം എക്ക് 1 കൊടുത്താലും എക്ക് 1 കൊടുത്താൽ 3:1, 2 കൊടുത്താൽ 6:2, വെട്ടിക്കളഞ്ഞാൽ 3:1 തന്നെയാണ്. 10 കൊടുത്താൽ 30ഉം 10ഉം വെട്ടിക്കളഞ്ഞാൽ 3:1. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി എടുക്കുക. ഇവിടെ 3a. അപ്പൊ നിങ്ങൾ ഇതൊന്നും ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എഴുതിയാൽ 3a ഹോൾ ക്യൂബ് മൈനസ് y എന്ന് വെച്ചാൽ a ക്യൂബ് ഡിവിഷൻ 3a ഹോൾ ക്യൂബ് പ്ലസ് a ക്യൂബ്. മനസ്സിലാക്കി എടുക്കുക. ഇതിന്റെ ബാക്കി ഇവിടെ എഴുതാം. 3a ക്യൂബ് എന്ന് വെച്ചാൽ 27, a ക്യൂബ് മൈനസ് a ക്യൂബ് ഡിവിഷൻ 3ന്റെ ക്യൂബ് 27 ആണ്. 27 a ക്യൂബ് പ്ലസ് a ക്യൂബ്. ഓക്കെ, 26 a ക്യൂബ് 27 ക്യൂബിൽ നിന്ന് ഡിവിഷൻ 28 a ക്യൂബ്. a ക്യൂബ് വെട്ടിപ്പോയി, 26ഉം വെട്ടിപ്പോവും. 13 വട്ടം 2 14 വട്ടം. 13/14 ദാറ്റ് ഈസ് 13:14. ഇതാണ് ഉത്തരം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാക്കി എടുക്കുക. ഇവിടെ x എന്ന് വെച്ചാൽ 3 അല്ല, y a അല്ല, 1 അല്ല. അതാണ് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 3a 1a എന്ന് നിങ്ങൾ പറയാം, അല്ലെങ്കിൽ 3b 1b എന്നേ പറയൂ. എന്നിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുന്നുണ്ട്? 13:14 നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ഉത്തരം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഓപ്ഷൻ എ ആണ് ഉത്തരം, 13:14. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, മോനെ ഇവിടെ ഡിവിഷൻ അല്ലടാ വരുന്നത്. നിങ്ങൾ അവസാനത്തെ സ്റ്റെപ്പ് നോക്കിയിട്ട് വേണം കാര്യങ്ങൾ പഠിക്കാൻ. അവസാന സ്റ്റെപ്പ് നോക്കുമ്പോൾ നിങ്ങൾ ആ കോൺസ്റ്റന്റ് ആയിട്ടോടുത്തുള്ള എ എന്ന് പറഞ്ഞ സാധനം ഇവിടെ വെട്ടിപ്പോകുന്നു അല്ല. ഇവിടെ a ക്യൂബ് കോൺസ്റ്റന്റ് വെട്ടിപ്പോകുന്നു. അപ്പൊ എന്റെ ചോദ്യം, ഡിവിഷൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഒരു കാരണവശാലും ഈ കോൺസ്റ്റന്റ് എടുക്കണ്ട. ഈ x³ - y³ റേഷ്യോ x³ + y³ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ വരുവാണെങ്കിൽ, റേഷ്യോ പറയുവാണെങ്കിൽ കോൺസ്റ്റന്റ് എടുക്കണ്ട. നിങ്ങൾ ഷോർട്ട് കട്ട് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? x-ന് 3ഉം y-ക്ക് 1ഉം കൊടുത്താൽ മതി. വെട്ടിപ്പോകുമെന്ന് ഞാൻ കാണിച്ചു തന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 3ന്റെ ക്യൂബ് മൈനസ് 1 ക്യൂബ്, 3ന്റെ ക്യൂബ് പ്ലസ് 1 ക്യൂബ്, ദാറ്റ് ഈസ് 27 1 കുറയ്ക്കുക, 27 പ്ലസ് 1, 26/28, 13/14, 13:14. ഞാൻ പറഞ്ഞു വെട്ടിപ്പോകുമെന്ന് ഞാൻ കാണിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്ത പക്ഷെ ഒരിക്കലും x 3 അല്ല, y 1 അല്ല. പക്ഷെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എന്തെടുത്താൽ മതി? x 3ഉം y 1ഉം എടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ്. a/b സമം c/d സമം e/f സമം 1:2. ഞാൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതേപോലെ, a/b എന്ന് വെച്ചാൽ a/bയും c/dയും e/fഉം 1:2 എന്ന് വെച്ചാൽ 1/2 അല്ലേ? a/b എന്ന് വെച്ചാൽ 1:2 എന്ന് വെച്ചാൽ 1/2. c/d എന്ന് വെച്ചാൽ c/d 1/2. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മനസ്സിലാക്കി എടുക്കണം. c/f എന്ന് വെച്ചാൽ 1:2 എന്ന് വെച്ചാൽ 1/2. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, കൃത്യമായിട്ട് ചെയ്യാം. വളരെ പേന പോലും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ എന്റെ ചോദ്യം,
എ റേഷ്യോ ബിയും 1:2 ആണ് സി റേഷ്യോ. ഓക്കെ, അപ്പം എ എന്ന് പറഞ്ഞാൽ 1 ആണോ? ഒരിക്കലുമല്ല. എ റേഷ്യോ ബി എന്ന് പറഞ്ഞാൽ 1:2 എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ബി എന്ന് പറഞ്ഞാൽ 2x ആണ്. അതുപോലെ സി എന്ന് പറഞ്ഞാലും എക്സ് ആണ്, ഇ എന്ന് പറഞ്ഞാലും എക്സ് ആണ്, ഡി എന്ന് പറഞ്ഞാലും എഫ് എന്ന് പറഞ്ഞാലും 2x ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ സംശയം നോക്കിയിരിക്കണേ, ഞാൻ എ പ്ലസ് ന്യൂമറേറ്റർ അങ്ങ് ആഡ് ചെയ്തു, A+C+E ഈ ന്യൂമറേറ്റർ അങ്ങ് ആഡ് ചെയ്തു. കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അതുപോലെ ഡിനോമിനേറ്റർ അങ്ങ് ആഡ് ചെയ്തു, D+F. ഞാൻ പറഞ്ഞു A സമം C സമം E സമം X ആണ്. കാര്യം 1 ആയതുകൊണ്ട് X, ഇവിടെ 2 ആണെങ്കിൽ 2x, 3 ആണെങ്കിൽ 3x. അതുപോലെ B സമം, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, D സമം F സമം എന്താണ്? 2x. 1:2 എന്ന് പറഞ്ഞതുകൊണ്ടാണ് x ഉം 2x ഉം വന്നേ. ഇവിടെ 2/3 ആണെങ്കിൽ 2x ഉം 3x ഉം വരും, 3/4 ആണെങ്കിൽ 3x ഉം 4x ഉം വരും. ഇതുപോലെ എഴുതാൻ പറ്റും. അപ്പൊ കൃത്യമായിട്ട് x plus x 2x ക്ലിയർ ആക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ 1 ഉം 2 ഒന്നും അല്ലത്. 2x 3x/6x എല്ലാം കൂടെ വെട്ടിക്കളഞ്ഞപ്പോൾ 1/2 1:2 തന്നെ വരുന്നു. കാര്യങ്ങൾ പഠിച്ചു അല്ലേ? അങ്ങനെ ചെയ്തപ്പോൾ പോലും എനിക്ക് അതിന്റെ ആൻസർ എത്ര കിട്ടി? 1:2 കിട്ടിയല്ലേ? കൃത്യമായിട്ട് നോക്കുക, 1:2 തന്നെ ആൻസർ കിട്ടി. 3x 3 അല്ലെങ്കിൽ 1 + 1 + 1 വെട്ടിപ്പോകുന്ന അറിയാമെങ്കിൽ 3/6 എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ 1/2 എന്ന് പറഞ്ഞാൽ എക്സും 2x ആണ്. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. 1:2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയാൻ കാര്യം, നിങ്ങൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കണം. A:B സമം C:D സമം E:2 സമം 1/2 ആണെങ്കിൽ അതിന് തുല്യം തന്നെയാണ് A+C+E/B+D+F. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുക്കണം. അതേ അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ, കൃത്യമായിട്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഇതിന് തുല്യമാണ്. അതിന്റെ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുന്നത് A+C+E/B+D+F എന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് പേന പോലും ഇല്ലാതെ ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് പറഞ്ഞു ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? A:B സമം C:D സമം എന്താ പറഞ്ഞേക്കുന്നത്? E:2F സമം 1:2 എന്ന് പറഞ്ഞു. നമുക്കറിയാം A/B സമം C/D ഈക്വൽസ് E/F സമം 1/2 എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പ്രൂവ് ചെയ്ത് പറഞ്ഞു. ഇത് തന്നെ ആയിരിക്കും എന്ത്? A+C+E/B+D+F എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/2 ആയിരിക്കും. ഞാൻ തൊട്ട് നേരത്തെ കാണിച്ചു, പ്രൂവ് ചെയ്ത് കാണിച്ചു. ഓക്കെ, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചത് PB പ്ലസ് അല്ലെ PA പ്ലസ് എന്താ പറഞ്ഞേക്കുന്നത്? QC പ്ലസ് RE എന്നല്ലേ പറഞ്ഞേക്കുന്നത്? RE/PB പ്ലസ് അതുപോലെ തന്നെ QD അല്ലേ? QD പ്ലസ് RF എത്ര ചോദിച്ചു അല്ലെ? RF എത്ര ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് തുല്യമാണെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? A+C+E/B+D+F എന്ന് പറഞ്ഞാൽ A/B C/D E/F സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. PA/PB ഓക്കെ, QC ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. C/D അത് തന്നെയാണ് C+D, E/F C+F. അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയാണ് പ്രൂവ് ചെയ്തത്. QD ഈക്വൽസ് RE/RF എല്ലാം കൂടെ വെട്ടിക്കളയുമ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ട്? Q പോവും, R പോവും, സമം എന്തായിരിക്കും? A/B ഈക്വൽസ് C/D ഈക്വൽസ് E/F. നമുക്കറിയാം A/B E/F C/D എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/2 ആയിരിക്കും. ആൻസർ 1:2 തന്നെ ആയിരിക്കും. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുവാണെങ്കിൽ പേര വേണ്ട. ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് മനസ്സിലാക്കണം. A:B C:D E:2F ഈക്വൽ സമം 1:2 3:4 എന്തും ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ A+C+E/B+D+F തുല്യമായിരിക്കും. അതും എത്ര ആയിരിക്കും? 1:2 ആയിരിക്കും. A/B C/D E/F. അതുപോലെ തന്നെ PA/PB QC/QD RE/RF അതും എന്തായിരിക്കും? 1:2 തന്നെ ആയിരിക്കും. അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ സമയം അവിടെ എന്ത് ചെയ്യും? ഒരുപാട് പോകും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദി ഫോർത്ത് പ്രപ്പോർഷണൽ അല്ലേ? ഞാൻ പറഞ്ഞു ഫോർത്ത് പ്രപ്പോർഷണൽ മനസ്സിലാക്കി എടുക്കണം. ഇപ്പൊ എന്റെ ചോദ്യം എന്താണ് പ്രപ്പോർഷണൽ? ഓക്കെ, എന്താണ് പ്രപ്പോർഷണൽ? ഞാൻ പറഞ്ഞു റേഷ്യോ തുല്യമാണെങ്കിൽ മോനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രപ്പോർഷണൽ ആണെന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ A:B സമം C:D ABCD ഇത് പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞാൽ 4 നമ്പേഴ്സ്. ഫസ്റ്റ് പ്രപ്പോർഷൻ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഞാൻ ഓർഡർ പറഞ്ഞു. A is called first, B second, C third, D fourth ആണെങ്കിൽ ഇത് പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞാൽ, പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം റേഷ്യോ തുല്യമാണ്. റേഷ്യോ തുല്യമാണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം പ്രപ്പോർഷണൽ ആണ്. മനസ്സിലാക്കിയെടുക്കണം. പ്രപ്പോർഷണൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും റേഷ്യോ തുല്യമാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു എയും ബിയും സിയും ഡിയും പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയെടുക്കണം? റേഷ്യോ തുല്യമാണ്. അപ്പൊ A:B സമം C:D ആണ്. ഓർഡർ കൃത്യമായിരിക്കണം.
A:B എന്ന് പറഞ്ഞാൽ A/B ആണ്. C ഫോർമുല ഒന്നും കാണാൻ പഠിക്കണ്ട, C/D ആണ്. A/B സമം C/D ആണെങ്കിൽ നമുക്കറിയാം ഒരിക്കലും A സമം എന്തല്ല, C അല്ല, മണ്ടത്തരം കാണിക്കരുത്. B സമം എന്തല്ല, D അല്ല. ഞാൻ പ്രൂവ് ചെയ്തു തരാം. ഓക്കെ, 1/2 എന്ന് പറഞ്ഞാൽ 2/4 തന്നല്ലേ ശരിക്കും? നോക്കണം, കൃത്യമല്ലേ? 1/2 തന്നെയാണ് 2/4. 2/4 10/20 ഒക്കെയാണ്. 1 സമം 2 അല്ല, A സമം C അല്ല, B സമം D അല്ല, മറിച്ച് A × D സമം എന്തായിരിക്കും? B × C ആയിരിക്കും. 1 × 4 സമം 2 × 2. അതാണ് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം. ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു. കൃത്യമായിട്ട് പറഞ്ഞാൽ A × D സമം B × C ആയിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കണം. A സമം C എന്നും B സമം D എന്ന് പറഞ്ഞാൽ മണ്ടത്തരമാണ്, ഒരിക്കലുമല്ല. 1/2 സമം 2/4 ആണ്. പക്ഷെ 1 സമം 2 അല്ല, 2 സമം 4 അല്ല, മറിച്ച് A × D സമം B × C ആയിരിക്കണം. ക്ലിയർ ആയിരിക്കണം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്വസ്റ്റിനകത്ത്, നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് എന്തുണ്ടാവും? പ്രപ്പോർഷൻ ആണെന്ന് പറയും. പ്രപ്പോർഷൻ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം റേഷ്യോ തുല്യമാണ്. റേഷ്യോ തുല്യമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം പ്രപ്പോർഷൻ ആണ്. എഴുതിയെടുക്കുക. എയും ബിയും സിയും ഡിയും പ്രപ്പോർഷൻ ആണെങ്കിൽ A/B സമം C/D ആയിരിക്കും. A:B സമം എന്തായിരിക്കും? C:D ആയിരിക്കും. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? 0.12 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 0.21 അതുപോലെ തന്നെ 0.8 അല്ലേ? 0.8 അല്ല, 8 എന്ന് പറഞ്ഞു അല്ലേ? 8 എന്നീ സംഖ്യകളുടെ ഫോർത്ത് പ്രപ്പോർഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇതിനെ ഞാൻ A എന്നും ഇതിനെ B എന്നും ഇതിനെ C എന്നും വിളിച്ചാൽ അടുത്ത D ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം A:B സമം എന്തായിരിക്കണം? C:D ആയിരിക്കണം. A/B എന്തായിരിക്കണം? C/D ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി 0.12/0.21 ഈക്വൽസ് 0.21/8 ആയിരിക്കണം. ഓക്കെ, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് എന്ത് കിട്ടും? 0.21 × 0.21 ഈക്വൽസ് 8 അല്ലേ? 0.21 A/B സമം C/D. C/D എന്ന് പറഞ്ഞാൽ 8/, ഒരിക്കലുമല്ല. A/B സമം C/D ആയിരിക്കും. ഇവിടെ A എന്ന് പറഞ്ഞാൽ 0.12, B എന്ന് പറഞ്ഞാൽ 0.21, C എന്ന് പറഞ്ഞാൽ 8 ആണ്, D ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ 8 എത്ര വരും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ? ഒന്ന് പറഞ്ഞു തന്നെ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 0.12 × D സമം 8 × 0.21. D കണ്ടുപിടിക്കണം. 8 × 0.21/0.12. ഓക്കെ, ഇവിടെ 2 സ്ഥാനം, താഴെയും 2 സ്ഥാനം. മൾട്ടിപ്ലൈ ചെയ്തു. 8 × 21/12. കാര്യം ഇവിടെ 10 സ്കോർ കൊണ്ട് ഗുണിച്ചു, ഇവിടെ 10 സ്കോർ കൊണ്ട്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതല്ല നമ്മൾ. 2 സ്ഥാനം ഉണ്ടായതുകൊണ്ട് 10 സ്കോർ കൊണ്ട് മേലും താഴെയും ഗുണിച്ചു. 8ഉം 12 വെട്ടി 4, 2 വെട്ടം 3 വെട്ടം അല്ലേ? 7 വെട്ടം. D എന്ന് പറഞ്ഞാൽ 2 × 7 എത്ര വന്നു? 14. ദാറ്റ് ഈസ് ആൻസർ. 14 ആണ് ഉത്തരം. കൃത്യമായിട്ട് ചെയ്യുക. ഓപ്ഷൻ സി ഉത്തരം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. എയും ബിയും സിയും ഡിയും പ്രപ്പോർഷൻ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം 0.12, 0.21, 8 അടുത്ത വാല്യൂ D ആണ് കണ്ടുപിടിക്കുന്നത്, ഫോർത്ത് പ്രപ്പോർഷൻ. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കണം. 0.12/0.21 A/B സമം C/D ആയിരിക്കണം. ഇവിടുന്ന് D കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. D എന്ന് പറഞ്ഞാൽ 0.21 × 8/0.12 ആയിരിക്കും. അത് തന്നെ ഞാൻ ഇവിടെ ചെയ്തോളൂ. ഇവിടെ 2 സ്ഥാനമാണെങ്കിൽ 10 സ്കോർ ഉണ്ട്, അവിടെയും ഗുണിച്ചു. താഴെയും 10 സ്കോർ കൊണ്ട് ഗുണിച്ചു. എല്ലാം കൂടെ വെട്ടിക്കളഞ്ഞപ്പോൾ ഡിയുടെ വാല്യൂ എനിക്ക് എത്ര കിട്ടി? 14 എന്ന് പറഞ്ഞു കിട്ടി. എന്ന് വെച്ചാൽ ഡിയുടെ വാല്യൂ അല്ലെങ്കിൽ ഫോർത്ത് പ്രപ്പോർഷൻ എന്തായിരിക്കും? 14 ആണ്. ഓക്കെ, കൃത്യമായിട്ട് ചെയ്യാം. അവിടെ ചിലപ്പോൾ സെക്കൻഡ് പ്രപ്പോർഷൻ ചോദിക്കാം, തേർഡ് പ്രപ്പോർഷൻ ചോദിക്കാം, ഫസ്റ്റ് പ്രപ്പോർഷൻ ചോദിക്കാം. ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കി തരാം. ഇപ്പോൾ A ചോദിക്കാം, നമുക്ക് 0.21ഉം 8ഉം 14ഉം തരും. ഫസ്റ്റ് പ്രപ്പോർഷൻ ചോദിക്കാം. 0.21ഉം 8ഉം 14ഉം എയും പ്രപ്പോർഷൻ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാണ് A/0.21 സമം 8/14. അവിടെ A കണ്ടുപിടിക്കാം. B കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കി 3 ഓമാർ തരും. C കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കി 3 ഓമാർ തരും. നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ബോർഡിൽ എഴുതി തരാം. എയും ബിയും സിയും ഡിയും പ്രപ്പോർഷൻ ആണെങ്കിൽ A:B സമം എന്തായിരിക്കണം? C:D ആയിരിക്കണം. A:B സമം എന്തായിരിക്കണം? C:D ആയിരിക്കണം. അതിന്റെ റേഷ്യോ എന്തായിരിക്കണം? തുല്യമായിരിക്കണം. റേഷ്യോ തുല്യമാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും A/B സമം എന്തായിരിക്കണം? C/D ആയിരിക്കണം. ക്രോസ് ചെയ്തു. A × D സമം എന്തായിരിക്കും? B × C ആയിരിക്കും. ഇതിന് A വേണമെങ്കിൽ A കണ്ടുപിടിക്കാം, D വേണമെങ്കിൽ D കണ്ടുപിടിക്കാം, B വേണമെങ്കിൽ B കണ്ടുപിടിക്കാം, C വേണമെങ്കിൽ C കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ.